ചെയ്യണേ കേട്ടോ, ഡൗട്ടുള്ള ചോദിച്ചു പോണേ. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നുള്ള റിട്ട് ഒന്ന് കമന്റ് ചെയ്തേ. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ട്. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് ഏത് കുട്ടികളെ? നമ്മൾ പറഞ്ഞു എന്തധികാരത്തിൽ കോവാറന്റോ, ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് ഏത് കുട്ടികളെ? കോവാറന്റോ എന്തധികാരം. 44ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? 44ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? 44ാം ഭരണഘടനാ ഭേദഗതി 44ാം ഭരണഘടനാ ഭേദഗതി നീലം സഞ്ജീവ റെഡ്ഡി അല്ലെ? നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു. 44ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു കുട്ടികളെ? നീലം സഞ്ജീവ റെഡ്ഡി. വളരെ 42ാം ഭരണഘടനാ ഭേദഗതി 1976 ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ, ആരായിരുന്നു പ്രസിഡന്റ്? 42ാം ഭരണഘടനാ ഭേദഗതി 1976 ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ, ആരായിരുന്നു പ്രസിഡന്റ്? പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി. ആരായിരുന്നു പ്രസിഡന്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് അല്ലെ? ഓക്കെ. ഇനി 44ാം ഭരണഘടനാ ഭേദഗതി 1978 44ാം ഭരണഘടനാ ഭേദഗതി 1978 ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ? കമന്റ് ചെയ്തേ, അറിയാന്നുള്ളത് കമന്റ് ചെയ്യേ. മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്റർ. ആരാ രാഷ്ട്രപതി? നീലം സഞ്ജീവ റെഡ്ഡി രാഷ്ട്രപതി. അടുത്ത 52ാം ഭേദഗതി 1985 52ാം ഭേദഗതി 1985 ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ? അറിയാന്നുള്ളത് കമന്റ് ചെയ്തേ. രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ. ഗ്യാനി സെയിൽ സിംഗ് പ്രസിഡന്റ്. 52ാം ഭേദഗതി 1985 രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ, ഗ്യാനി സെയിൽ സിംഗ് പ്രസിഡന്റ്. അടുത്ത 1989 61ാം ഭേദഗതി 1989 ആരാണ് പ്രൈം മിനിസ്റ്റർ, ആരാണ് പ്രസിഡന്റ്? രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ, ആർ വെങ്കിട്ടരാമൻ പ്രസിഡന്റ്. ഓക്കെ. അടുത്ത 73ാം ഭേദഗതി 1992 73ാം ഭേദഗതി 1992 ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ? പി വി നരസിംഹറാവു. ആരായിരുന്നു കുട്ടികളെ പ്രസിഡന്റ് ആരായിരുന്നു? 73ാം ഭേദഗതി പ്രസിഡന്റ് ആരായിരുന്നു? ശങ്കർ ദയാൽ ശർമ്മ. 74ാം ഭേദഗതി 1992 74ാം ഭേദഗതി 1992 പ്രൈം മിനിസ്റ്റർ ആരാ? 74ാം ഭേദഗതി 1992 പ്രൈം മിനിസ്റ്റർ ആരാ? പറഞ്ഞേ, പ്രൈം മിനിസ്റ്റർ ആരാ? സെയിം തന്നെയാണ് പി വി നരസിംഹറാവു. രാഷ്ട്രപതിയും സെയിം തന്നെയാണ് ശങ്കർ ദയാൽ ശർമ്മ. ഓക്കെ. അടുത്ത 86ാം ഭേദഗതി 2002 ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ? 86ാം ഭേദഗതി 2002 ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ? എ ബി വാജ്പേയി. പ്രസിഡന്റ് ആരായിരുന്നു? പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം. 86ാം 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
91 ഭേദഗതി 2003. 91 ഭേദഗതി 2003 സെയിം തന്നെയാണ്. എ ബി വാജ്പേയി പ്രൈം മിനിസ്റ്റർ, APJ അബ്ദുൽ കലാം പ്രസിഡന്റ്. ക്ലിയർ ആണ്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോണേ. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടെ പറഞ്ഞുതരാം. 42 ഭേദഗതി 1976. ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ, ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഒരു സെക്കൻഡ്, ഹലോ, ക്ലാസ് നടക്കുന്നുണ്ട്. കിട്ടാത്തടുത്തൊന്ന് ക്ലാസ് റീജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ മതി. ആപ്പ് ഒന്ന് ക്ലോസ് റീജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ മതി. ശരി, ഓക്കെ. ഇപ്പോൾ ഇന്ദിരാഗാന്ധി, ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതായത് മൗലിക കടമകൾ ഉൾപ്പെടുത്തി ആമുഖം ഭേദഗതി ചെയ്തു. ഓക്കെ, ആമുഖം ഭേദഗതി ചെയ്തു. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നുള്ള 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. നിയമസഭയുടെയും ലോകസഭയുടെയും കാലാവധി 6 വർഷമാക്കി. ഓക്കെ, ഇത്രയും പോയിന്റ് ഓർത്തിരിക്കുക. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത് 42ാമത്തെ അമെന്റ്മെന്റ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ 42ാം ഭേദഗതി. ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തു. പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ലോകസഭയുടെയും നിയമസഭയുടെയും കാലാവധി 6 വർഷമാക്കി. ഇനി 44ാം ഭേദഗതി 1978. മൊറാർജി ദേശായി, നീലം സഞ്ജീവ റെഡ്ഡി. എന്താ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞേ? പ്രധാനപ്പെട്ട കാര്യം എന്താ? 44ാം ഭേദഗതി 1978, മൊറാർജി ദേശായി, നീലം സഞ്ജീവ റെഡ്ഡി. സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തു. അതുപോലെ തന്നെ ലോകസഭയുടെയും നിയമസഭയുടെയും കാലാവധി 6 നിന്ന് 5 ആക്കി. അടുത്ത 52ാം ഭേദഗതി 1985, രാജീവ് ഗാന്ധി, ഗ്യാനി സെയിൽ സിംഗ്. എന്താ പ്രധാനപ്പെട്ട കാര്യം? 52ാം ഭേദഗതി 1985, രാജീവ് ഗാന്ധി, ഗ്യാനി സെയിൽ സിംഗ്. കൂറുമാറ്റ നിരോധന നിയമം. ആന്റി ഡിഫക്ഷൻ ലോ. 61ാം ഭേദഗതി 1989, രാജീവ് ഗാന്ധി, ആർ വെങ്കിട്ടരാമൻ. എന്താ പ്രത്യേകത? വളരെ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കി കുറച്ചു. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കി കുറച്ചു. അത് 73ാം ഭേദഗതി 1992, PV നരസിംഹറാവു, ശങ്കർ ദയാൽ ശർമ്മ. എന്താ പ്രത്യേകത? PV നരസിംഹറാവു, ശങ്കർ ദയാൽ ശർമ്മ. എന്താ പ്രത്യേകത പറഞ്ഞേ? പഞ്ചായത്തി രാജ്. എന്താ കുട്ടികളെ? പഞ്ചായത്തി രാജ് നിയമം. 74ാം ഭേദഗതി 1992, PV നരസിംഹറാവു, ശങ്കർ ദയാൽ ശർമ്മ. എന്താ പ്രത്യേകത? നഗരപാലികാ നിയമം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്ട്. നഗരപാലികാ നിയമം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്ട്. അടുത്ത 86ാം ഭേദഗതി 2002, AB വാജ്പേയി, APJ അബ്ദുൽ കലാം. എന്താ പ്രത്യേകത? വളരെ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി അല്ലെ? വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി.
അടുത്ത 91 ഭേദഗതി 2003 AB വാജ്പേയി APJ അബ്ദുൽ കലാം. AB വാജ്പേയി APJ അബ്ദുൽ കലാം. എന്താ പ്രത്യേകത? പിള്ളേരെ, കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം ലോകസഭയുടെ 15%. ഓക്കെ. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിൽ മന്ത്രിമാരുടെ എണ്ണം നിയമസഭയുടെ 15%. നിയമസഭയുടെ 15%. അതോടൊപ്പം കൂറുമാറ്റ നിയമം ശക്തിപ്പെടുത്തി. 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 നിങ്ങൾ പരീക്ഷ എഴുതുന്ന കുട്ടികള് മിനിമം ഇത്രയെങ്കിലും, മിനിമമാണ് ഞാൻ പറയുന്നത്, പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് മിനിമം ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം. മിനിമം ഏത് വർഷം, ആര് പ്രധാനമന്ത്രി, ആര് പ്രസിഡന്റ്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്, ഇത്ര നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്നുകൂടെ പറയണോ? ഏതെങ്കിലും ഒന്നുകൂടെ പറയണോ കുട്ടികളെ? ഏതെങ്കിലും ഒന്നുകൂടെ പറയണോ? ഏതെങ്കിലും നമ്പർ കമന്റ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒന്നുകൂടെ പറയണോ? 91 ഒന്നുകൂടെ പറയണം. 91 എന്ന് പറഞ്ഞാൽ 2003 AB വാജ്പേയി APJ അബ്ദുൽ കലാം. AB വാജ്പേയി APJ അബ്ദുൽ കലാം. AB വാജ്പേയി പ്രധാനമന്ത്രിയും APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയും. കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം, കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം ആകെ ലോകസഭാ അംഗങ്ങളുടെ 15%. കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ 15%. അതുപോലെ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം നിയമസഭയുടെ 15% എന്നിങ്ങനെ ആക്കി. അതോടൊപ്പം 52ാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന നിരോധന നിയമത്തെ ശക്തിപ്പെടുത്തി. 52ാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന കൂറുമാറ്റ നിരോധന നിയമം, ആന്റി ഡിഫെക്ഷൻ ലോയെ ശക്തിപ്പെടുത്തി. ഓക്കെ അല്ലേ? കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തി. മന്ത്രിമാരുടെ എണ്ണം ലോകസഭയുടെയും നിയമസഭയുടെയും 15% എന്നാക്കി. ഓക്കെ, ക്ലിയർ ആണ്. ശരി. അടുത്ത ക്വസ്റ്റ്യൻ. തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി. സ്ഥിരം ചോദ്യമാണ് PSCയുടെ. ഏത് കമ്മിറ്റി കുട്ടികളെ? PK തുംഗൻ കമ്മിറ്റി അല്ലേ? PK തുംഗൻ കമ്മിറ്റിയാണ് അത് ശുപാർശ ചെയ്തത്. ഓക്കെ. ബൽബന്ത് റായ് മേത്ത കമ്മിറ്റി നമുക്കറിയാം. ബൽബന്ത് റായ് മേത്ത കമ്മിറ്റി എന്താണ്? 1957 ബൽബന്ത് റായ് മേത്ത കമ്മിറ്റി 1957 പഞ്ചായത്തി രാജ്. ഓക്കെ, പഞ്ചായത്തി രാജ്. സർക്കാരിയ കമ്മീഷൻ 1983. സർക്കാരിയ കമ്മീഷൻ 1983. എന്താണ് കുട്ടികളെ സർക്കാരിയ കമ്മീഷൻ? എന്താണ് സർക്കാരിയ കമ്മീഷൻ? എന്താണ് സർക്കാരിയ കമ്മീഷൻ? നിങ്ങൾക്ക് അറിയാം, കമന്റ് ചെയ്തേ. സർക്കാരിയ കമ്മീഷൻ എന്താണ്? പറയുന്നില്ല. കേന്ദ്ര സംസ്ഥാന ബന്ധം. എഴുതി വെച്ചോണം, അറിഞ്ഞൂടാത്തവര് എഴുതി വെച്ചോണം. കേന്ദ്ര സംസ്ഥാന ബന്ധം. കേന്ദ്ര സംസ്ഥാന ബന്ധം. സർക്കാരിയ കമ്മീഷൻ 1983. കേന്ദ്ര സംസ്ഥാന ബന്ധം. കേന്ദ്ര സംസ്ഥാന ബന്ധം, സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻ. കാക്ക കലേർക്കർ കമ്മീഷൻ 1953. കാക്ക കലേർക്കർ കമ്മീഷൻ 1953. എന്താണ് കാക്ക കലേർക്കർ കമ്മീഷൻ 1953? എന്താ പ്രത്യേകത പിള്ളേരെ? പിന്നാക്ക വിഭാഗ സംവരണം. പിന്നാക്ക വിഭാഗ സംവരണം. കാക്ക കലേർക്കർ കമ്മീഷൻ 1953 OBC സംവരണം അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗ സംവരണം. കാക്ക കലേർക്കർ 1953 പിന്നാക്ക വിഭാഗ സംവരണം. PK തുംഗൻ കമ്മിറ്റി 1989 തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം. തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം. ഏതെങ്കിലും ഒന്നുകൂടെ പറയണോ? കമന്റ് ചെയ്തേ. 4 പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നുകൂടെ പറയണോ? വേണ്ട. ഓക്കെ, ക്ലിയർ ആണ്. ഭരണഘടനയുടെ മനസാക്ഷി എന്ന് നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ആരാണ്?
ഭരണഘടനയുടെ മനസാക്ഷി എന്ന് നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ആരാണ്? ആരാ വിശേഷിപ്പിച്ചത്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. എല്ലാവരും അറിഞ്ഞിരിക്കണം. ഭരണഘടനയുടെ മനസാക്ഷി എന്ന് നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ആരാണ്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ലോകസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? ലോകസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? ലോകസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? പറഞ്ഞേ. സെക്രട്ടറി ജനറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകസഭയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ, ലോകസഭയിൽ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ തലവൻ, അതാണ് സെക്രട്ടറി ജനറൽ. സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ്. ഉത്പൽ കുമാർ സിംഗ് അറിയാന്നുള്ള എല്ലാവരും കമന്റ് ചെയ്യണം. ലോകസഭ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ്. രാജ്യസഭ സെക്രട്ടറി ജനറൽ ആരാണ്? രാജ്യസഭ സെക്രട്ടറി ജനറൽ ആരാണ്? നിലവിലെ രാജ്യസഭ സെക്രട്ടറി ജനറൽ. രാജ്യസഭ സെക്രട്ടറി ജനറൽ ആരാ? പറഞ്ഞേ. രാജ്യസഭ സെക്രട്ടറി ജനറൽ ആരും പറയുന്നില്ല. രാജ്യസഭ സെക്രട്ടറി ജനറൽ പി സി മോദി. പ്രമോദ് ചന്ദ്ര മോദി. പി സി മോദി അല്ലെങ്കിൽ പ്രമോദ് ചന്ദ്ര മോദി. പി സി മോദി അല്ലെങ്കിൽ പ്രമോദ് ചന്ദ്ര മോദിയാണ് രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ. രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ മറക്കരുത്. ലോകസഭ ഉത്പൽ കുമാർ സിംഗ്, രാജ്യസഭ പി സി മോദി. രാജ്യസഭ പി സി മോദി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി. ഉത്തരം കമന്റ് ചെയ്യാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആര് എന്ന് കേട്ടാൽ ആരാണ് അഭിസംബോധന ചെയ്തത് പിള്ളേരെ? ജെ ബി കൃപലാനി. ജെ ബി കൃപലാനി. ജെ ബി കൃപലാനി. ആദ്യ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ, ആദ്യ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ ആരാണ് പിള്ളേരെ? ആദ്യ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ, ആദ്യ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, സച്ചിദാനന്ദ സിൻഹ. സ്ഥിരം അധ്യക്ഷൻ എന്ന് ചോദിച്ചാലോ? സ്ഥിരം അധ്യക്ഷൻ. സ്ഥിരം അധ്യക്ഷൻ. സ്ഥിരം അധ്യക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്ഥിരം അധ്യക്ഷൻ ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ. അഭിസംബോധന ചെയ്തത് ജെ ബി കൃപലാനി. ആദ്യ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ് എന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ എല്ലാം ഓക്കെ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ? നമ്പർ കമന്റ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ കമന്റ് ചെയ്താൽ മതി. ഏതെങ്കിലും ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ക്വസ്റ്റ്യൻ ഡൗട്ട് ഇല്ലല്ലോ? ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ഇല്ലല്ലോ പിള്ളേരെ? ഇല്ല. ഗുഡ്. അടുത്ത, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് താഴെ പറയുന്നതിൽ ആരെന്നാണ് ചോദ്യം. സ്ഥിരം അധ്യക്ഷൻ ഇപ്പൊ പറഞ്ഞുള്ളൂ. സ്ഥിരം അധ്യക്ഷൻ ആരാണ് കുട്ടികളെ? ആ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? വിവേചനങ്ങൾക്കെതിരെ. വിവേചനങ്ങൾക്കെതിരെ എന്താണ്? വിവേചനങ്ങൾക്കെതിരെ ഏതാണ് ആർട്ടിക്കിൾ? വിവേചനങ്ങൾക്കെതിരെ ഓപ്ഷൻ ബി ആണ് 15-ാം വകുപ്പ്. വിവേചനങ്ങൾക്കെതിരെ 15-ാം വകുപ്പ്. 16-ാം വകുപ്പ് എന്താ പറയുന്നത്? 16-ാം വകുപ്പ് എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 16 എന്താ പറയുന്നത് കുട്ടികൾ? ആർട്ടിക്കിൾ 16 കമന്റ് ചാടി ചാടി നിൽക്ക്. ആർട്ടിക്കിൾ 16 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16 നിയമനങ്ങളിൽ, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം. 17 എന്താ പറയുന്നേ? 17. ആർട്ടിക്കിൾ 17 എന്താ പറയുന്നേ? 17. അയിത്തോച്ചാടനം എന്നൊരു വാക്ക്, അയിത്തം എന്ന വാക്ക് ഭരണഘടനയിലില്ല. അയിത്തം എന്ന വാക്ക് ഭരണഘടനയിലില്ല. അൺടച്ചബിലിറ്റി, അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ. അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ. തൊട്ടുകൂടായ്മ. തൊട്ടുകൂടായ്മയ്ക്കെതിരെ. അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ. അയിത്തമല്ല, അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ. ആർട്ടിക്കിൾ 18 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 18 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 18 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 18 തലക്കെട്ടുകൾ നിർത്തലാക്കൽ. തലക്കെട്ടുകൾ നിർത്തലാക്കൽ. ആർട്ടിക്കിൾ 18 പറയുന്നത് തലക്കെട്ടുകൾ അല്ലെങ്കിൽ പദവി നാമങ്ങൾ നിർത്തലാക്കൽ. തലക്കെട്ടുകൾ അല്ലെങ്കിൽ പദവി നാമങ്ങൾ. ഓക്കെ, പിള്ളേരെ അവിടെ നമുക്ക് തലക്കെട്ടുകളും പദവികളും ഏത് മാത്രം?
അക്കാഡമിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പൊ ഡോക്ടർ, അഡ്വക്കേറ്റ് അങ്ങനെയുള്ള പദവികൾ. ഓക്കെ. പിന്നെ മിലിറ്ററി അല്ലെ, ജനറൽ, ക്യാപ്റ്റൻ, അതുപോലെ തന്നെ നമ്മൾ അഡ്മിറൽ, അങ്ങനെയുള്ള പദവികൾ. അക്കാഡമിക്കും മിലിറ്ററി ഒഴികെയുള്ള പദവി നാമങ്ങൾ നിർത്തലാക്കുന്നു. അതാണ് 18, ആർട്ടിക്കിൾ 18. അടുത്ത് 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്ക് ഏതാണ്? ഇതൊക്കെ നമ്മൾ ഓൾറെഡി റിവിഷൻ ചെയ്തിട്ടുള്ളതാണ്. ഏത് വാക്കുട്ടില്ലേ? സോഷ്യലിസ്റ്റ് എന്ന വാക്കാണ് അല്ലെ. സോഷ്യലിസ്റ്റ് എന്ന വാക്കാണ്. സോഷ്യലിസ്റ്റ് അല്ല, സോഷ്യലിസം. ക്ലിയർ ആണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്ത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന ബന്ധം സർക്കാരിക കമ്മീഷൻ. ഏതാണ്? സർക്കാരിക കമ്മീഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധം സർക്കാരിക കമ്മീഷൻ. ലിബർഹാൻ കമ്മീഷൻ എന്താണ്? ലിബർഹാൻ കമ്മീഷൻ എന്താണ്? ലിബർഹാൻ കമ്മീഷൻ ബാബറി മസ്ജിദ്. എന്താണ്? ബാബറി മസ്ജിദ്. ലിബർഹാൻ കമ്മീഷൻ എന്താണ് കുട്ടികളെ? ബാബറി മസ്ജിദ് ഇഷ്യൂ ആണ് ലിബർഹാൻ കമ്മീഷൻ. അതായത് അയോധ്യ പ്രശ്നമാണ് ലിബർഹാൻ കമ്മീഷൻ അന്വേഷിച്ചത്. ബാബറി മസ്ജിദ് അല്ലെങ്കിൽ അയോധ്യ പ്രശ്നമാണ് ലിബർഹാൻ കമ്മീഷൻ അന്വേഷിച്ചത്. ഷാ കമ്മീഷൻ എന്താണ് അന്വേഷിച്ചത്? ഷാ കമ്മീഷൻ 1975 അടിയന്തരാവസ്ഥ 1975 അടിയന്തരാവസ്ഥ അന്വേഷിച്ച കമ്മീഷനാണ് ഷാ കമ്മീഷൻ. 1975 അടിയന്തരാവസ്ഥയെ കുറിച്ച് അന്വേഷിക്കുന്നതിനായി 1977 മൊറാർജി ദേശായി ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് ഷാ കമ്മീഷൻ. ശ്രീകൃഷ്ണ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? BN ശ്രീകൃഷ്ണ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പറവട്ടികളെ, BN ശ്രീകൃഷ്ണ കമ്മീഷൻ. BN ശ്രീകൃഷ്ണ കമ്മീഷൻ തെലങ്കാന സംസ്ഥാന രൂപീകരണം. ശ്രീകൃഷ്ണ കമ്മീഷൻ തെലങ്കാന സംസ്ഥാന രൂപീകരണം. പറഞ്ഞേ, തെലങ്കാന സംസ്ഥാനം രൂപം കൊണ്ടത് എപ്പോഴാണ്? തെലങ്കാന സംസ്ഥാനം രൂപം കൊണ്ട വർഷവും തീയതിയും പറയാവോ? ഇന്ത്യയിലെ ഏറ്റവും ഒടുവിലത്തെ സംസ്ഥാനമാണ് തെലങ്കാന. തെലങ്കാന സംസ്ഥാന രൂപം കൊണ്ട വർഷവും തീയതിയും ആർക്കെങ്കിലും പറയാവോ? തെലങ്കാന സംസ്ഥാന രൂപീകരണം വർഷവും തീയതിയും. 2014 കറക്റ്റ് ആണ്. 2014 ഡേറ്റിലോ പറഞ്ഞ് 2014 ജൂൺ 2. കിരൺ കറക്റ്റ് ആണ്. 2014 ജൂൺ മാസം 2. 2014 ജൂൺ മാസം 2 തെലങ്കാന രൂപീകരണം. 2014 ജൂൺ മാസം 2-നാണ് തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചത്. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 അനുസരിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ആർട്ടിക്കിൾ 44 രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് പൊതുവായ സിവിൽ നിയമ സംഹിത രൂപീകരിക്കുക. രാജ്യത്തെ പൗരന്മാർക്ക് പൊതുവായ സിവിൽ നിയമ സംഹിത, യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 44. സ്വാതന്ത്ര്യത്തിന് ശേഷം യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ് ഒന്നാമത്തത്, രണ്ടാമത്തത് ഗുജറാത്ത് അല്ലെ. രണ്ടാമത്തെ ഗുജറാത്ത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്, രണ്ടാം സംസ്ഥാനം ഗുജറാത്ത്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത് വരാൻ പോകുന്നത് അസമിലാണ്. ഗോവയില് പോർച്ചുഗീസ് ഭരണകാലഘട്ടം തൊട്ട് തന്നെ ഗോവയിൽ എന്തുണ്ട് കുട്ടികളെ? ഗോവയിൽ ഏകീകൃത സിവിൽ കോഡ് ഉണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഗോവയിലുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യം നടപ്പിലാക്കിയ ഉത്തരാഖണ്ഡ്, പിന്നെ നടപ്പിലാക്കിയ ഗുജറാത്ത്, ഇനി അടുത്ത് മൂന്നാമതായിട്ട് അസം. കേരളത്തിൽ എപ്പോ വരുമായിരിക്കും? കേരളത്തിൽ എപ്പോഴായിരിക്കും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേരളത്തിലെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നു?
നടപ്പിലാക്കൂലേ? നടപ്പിലാക്കാത്തത് കേരള ഇന്ത്യയിലല്ലേ? രണ്ടായിരത്തി മുപ്പത്തേഴ് ഏതോ പാർട്ടി 2037 എങ്ങനെ വിഷ്ണു പ്രസാദ്? ഇപ്പൊ 2026, അടുത്ത 2031, 2036 BJP ഭരണത്തിൽ വരും. 1 വർഷം കഴിയുമ്പോൾ നടപ്പിലാക്കുക, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. 2036 BJP കേരളത്തിൽ ഭരണം പിടിക്കും. 1 വർഷം പിന്നെ പേപ്പർ വർക്കൊക്കെ വേണ്ടേ? പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത വർഷം 2037. അപ്പൊ അങ്ങനെ കണക്ക് കൂട്ടി പറഞ്ഞതാണ്. ഓക്കെ, മിടുക്കം ക്ലിയർ ആണ്. അടുത്ത PS സ്ഥിരം ചോദ്യമാണ്, ഇന്ത്യൻ ഭരണഘടനയിൽ പൊതുജനാരോഗ്യം എന്ന വിഷയം പെൻഷൻ പ്രായം 65 പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്നിപ്പോ ന്യൂസിലൊക്കെ വരുന്നുണ്ട്. അതായത് സർക്കാർ മുന്നോട്ട് വെച്ച ധവളപത്രത്തിൽ പെൻഷൻ പ്രായം ഏകീകരിക്കണം എന്നുള്ള കാര്യം. ഓക്കെ, അത് ഭയങ്കര സ്റ്റക്കാ. എല്ലാവർക്കും സ്റ്റക്ക് ഉണ്ടാടേ? എല്ലാവർക്കും സ്റ്റക്ക് ഉണ്ടോ? ഇല്ല. അപ്പൊ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണ് കേട്ടോ. ഓക്കെ, നിങ്ങള് ഒന്ന് ക്വാളിറ്റി കുറച്ചിടേ. ശരി, നമുക്ക് നോക്കാം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ്. യൂണിവേഴ്സിറ്റിയിൽ കൂടെ നിൽക്കുന്നേ ഉള്ളോ? ഒന്ന് റീഫ്രഷ് ചെയ്യണം. പെൻഷൻ പ്രായം എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഉദ്യോഗാർത്ഥികളെ ബാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ചിലപ്പോൾ 1-2 വർഷം നഷ്ടപ്പെടും, ഉറപ്പായിട്ടും നഷ്ടപ്പെടും. മനസ്സിലായിട്ടില്ലേ? പെൻഷൻ പ്രായം ബാധിച്ചു കഴിഞ്ഞാല്, പെൻഷൻ പ്രായം ഉയർത്തി കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് യുവാക്കളെയല്ലേ? അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പെൻഷൻ പ്രായം ഉയർത്തിക്കഴിഞ്ഞാൽ അത് യുവാക്കളെ തന്നെ, യുവാക്കളെന്ന് വെച്ച് കഴിഞ്ഞാല് ഉദ്യോഗാർത്ഥികളെ തന്നെ ബാധിക്കും. അത് ഇപ്പൊ ലിസ്റ്റിലുള്ള ആൾക്കാര്, അവരെ ബാധിക്കും. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാരെ ബാധിക്കും. അവർക്ക് വർഷങ്ങൾ നഷ്ടപ്പെടും, 1-2 വർഷം നഷ്ടപ്പെടും. കാരണം ഈ പെൻഷൻ ആകുന്നത് വഴിയുള്ള വേക്കൻസികൾ നഷ്ടപ്പെടും. പുതിയ വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും സർക്കാർ. അങ്ങനെ പെൻഷൻ പ്രായം കൂട്ടിയാലും അങ്ങനെ മൊത്തത്തില് എല്ലായിടത്തും പെൻഷൻ പ്രായം കൂട്ടി ഇനി ഒരു 3-4 വർഷം നിയമനം നടക്കാതെ അങ്ങനെയൊന്നുമല്ല. ബദലായിട്ടുള്ള മാർഗം കണ്ടിട്ടേ അവർ ചെയ്യത്തുള്ളൂ. അല്ലാതെ ഇത്രയും പ്രതിഷേധം വരത്തില്ല. അതുപോലെ സർക്കാരിന് ഇവന്മാര് കാണിക്കുന്ന മണ്ടത്തരമാണ്. ഞാൻ ഓപ്പണായിട്ട് പറയുന്നത്, നിങ്ങളിപ്പോ കോൺഗ്രസ് ആയാലും ശരി തന്നെ, ആ KSRTC കടത്തിൽ മുങ്ങിക്കിടക്കണ KSRTC സൗജന്യ യാത്ര കേട്ടാ, എന്തൊക്കെ പൊട്ടത്തരമാണ് വിളിച്ച് പറയുന്നത് മനസ്സിലാവാനില്ല. ഓക്കെ, KSRTC ലാഭത്തിലാണെങ്കിൽ അത് പറയാം. നോക്കാം, നമുക്ക് സംസാരിക്കാം. പെൻഷൻ പ്രായം കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഈ പറയുന്ന സീറ്റർ മാറ്റാം, അത് കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ ഈ യുവാക്കളെ മൊത്തത്തിൽ അങ്ങ് അവരുടെ ഒരു വർഷങ്ങൾ നശിപ്പിക്കുന്ന രീതിയിൽ വരത്തില്ല. അതിനെന്തെങ്കിലും ഒരു ബദൽ മാർഗത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിലൂടെയൊക്കെ കുറേശ്ശെ കുട്ടനായി ചെയ്യത്തുള്ളതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും. അല്ലെങ്കിൽ സർക്കാരിന് തിരിച്ചടിയാവും. കാരണം ഇപ്പൊ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ പോലെ. കാരണം പ്രതിപക്ഷം ഇപ്പൊ ഇറങ്ങിയ സർക്കാർ പെൻഷൻ പ്രായം കൂട്ടാതെ ഇറങ്ങിയത് കൊണ്ട് അവർക്ക് ആ ഒരു രീതിയിൽ പെട്ടെന്ന് കൂട്ടാൻ പറ്റത്തില്ല. ഓക്കെ, ക്ലിയർ ആണോ? നോക്കിക്കോട്ടെ. CPO മാറ്റാമല്ലോ. പ്രതിപക്ഷ പാർട്ടിക്കാർ ഉണർന്നിട്ടുണ്ട്. നോക്കിക്കോ, ഇന്ത്യൻ ഭരണഘടനയിൽ പൊതുജനാരോഗ്യം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ് കുട്ടികളെ? അത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് അല്ലെ? പൊതുജനാരോഗ്യം നോക്കി വെച്ചോ. പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്. അധികാരം കിട്ടാൻ വേണ്ടി എന്തും പറയും, എന്തും കാണിക്കുക. അതിപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും അത് തന്നെ, അങ്ങനെ തന്നെയാണ്. അധികാരം കിട്ടാൻ നമുക്ക് ചിന്തിച്ചുകൂടെയാണ്. നമുക്ക് എത്ര ബോധമില്ലാത്ത ആൾക്കാരാണ്. നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ രാഷ്ട്രീയം എല്ലാം മറ്റു നമ്മൾ ചിന്തിക്കണം. ഇവർ പറയുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഗുണം, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് നടക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യണം.
മനസ്സിലായില്ലേ? രാഷ്ട്രീയക്കാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ കൺമുന്നിൽ കാണുന്നതിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല കാര്യങ്ങളും PR വർക്കിന്റെ ബലത്തിലാണ് കാണുന്നത്. മനസ്സിലായില്ലേ? നമ്മളെ ഫോഴ്സ്ഫുള്ളി നമ്മൾ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. നമ്മൾ ഭയങ്കര ഇമോഷണലായി നമ്മൾ ലൈക്ക് അടിക്കുന്ന PR വർക്കിന്റെ ഭാഗമാണത്. ഒരാളെ വളർത്താനും ഒരാളെ താഴ്ത്താനല്ല ഇന്നത്തെ കാലത്ത് PR വർക്ക് കൊണ്ട് പറ്റും. മനസ്സിലായില്ലേ? ഓക്കെ. സോ ഏതൊരു കാര്യത്തിനും നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായവും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം. അല്ലാതെ നമ്മൾ ആരെങ്കിലും സ്പൂൺ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പൊട്ടക്കണ്ട തവളായിട്ട് കിടക്കത്തേ ഉള്ളൂ. ഓക്കെ. നമ്മൾ ചിന്തിക്കണം. നമ്മൾ അറിവ് വെച്ചിട്ട് നമുക്ക് വലിയ അറിവൊന്നും കാണത്തില്ല, എന്നാലും ചിന്തിക്കണം അത് അങ്ങനെ ചെയ്താൽ അതെങ്ങനെ ശരിയാകും എന്ന് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, നോക്കിയോ. ഏതെങ്കിലും മന്ത്രിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു MLA മകൻ സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കണം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു മന്ത്രിയുടെയോ ഏതെങ്കിലും ഒരു MLA മകൻ ഈ പറയുന്ന ഈ റോട്ടിൽ സമരം വിളിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഈ പറയുന്ന അടികൂടാനോ പോലീസിനെ കല്ലെറിയാൻ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഏതെങ്കിലും വാർത്തയെ കണ്ടിട്ടുണ്ടോ? ഇന്ന മന്ത്രിയുടെ മകൻ അല്ലെങ്കിൽ മുൻ മന്ത്രി ഇന്ന ആളുടെ മകന് മർദ്ദനമേറ്റു, മുൻ മന്ത്രി ഇന്ന ആളുടെ മകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു? ഇല്ല, കാണത്തില്ല. നമ്മൾ ഒരിക്കലും അത് കാണാൻ പോകുന്നില്ല. സോ ഇതൊക്കെ ആലോചിച്ച് വേണം നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി വാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. ഓക്കെ, നോക്കൂ. രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷ പദം വഹിച്ച് നടപടികൾ നിയന്ത്രിക്കുന്നത് ആരാണ്? രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷ പദം വഹിച്ച് നടപടികൾ നിയന്ത്രിക്കുന്ന ആരെന്നാണ് ചോദ്യം. ആരാ പിള്ളേരെ? ഉപരാഷ്ട്രപതി. 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 ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാ പിള്ളേരെ? ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. 63 നമുക്കൊരു ഉപരാഷ്ട്രപതി ഉണ്ടാകണമെന്നാണ്. 64 ആൻസർ. 64 ആർട്ടിക്കിൾ 64 ആണ്. 63 നമുക്കൊരു ഉപരാഷ്ട്രപതി ഉണ്ടാകണം. 63 നമുക്കൊരു ഉപരാഷ്ട്രപതി ഉണ്ടാകണം. 63 നമുക്കൊരു ഉപരാഷ്ട്രപതി ഉണ്ടാകണം. 64 പറയുന്നത് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരെന്ന് പറയുന്നുണ്ട് കുട്ടികളെ? ഉപരാഷ്ട്രപതി എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആണ്. അടുത്ത, ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് സുപ്രീം കോടതി വിധി ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായത്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന സുപ്രീം കോടതി വിധി ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായത് കുട്ടികളെ? കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973. 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഓക്കെ. അടുത്ത, ലോകസഭയുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഉചിതമായ തിരഞ്ഞെടുക്കുക. ഒന്ന് തിരഞ്ഞെടുത്ത് എഴുതിയേ. ലോകസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഉചിതമായത്. അറ്റൻഡേ. മുപ്പത് വയസ്സ് പൂർത്തിയാക്കിയ ഏതൊരു ഇന്ത്യൻ പൗരനും ലോകസഭയിലേക്ക് മത്സരിക്കാൻ അവകാശമുണ്ടെന്ന് പറയുന്നുണ്ട്. 30 വയസ്സ് പൂർത്തിയാക്കിയ ഏതൊരു ഇന്ത്യൻ പൗരനും ലോകസഭയിലേക്ക് മത്സരിക്കാൻ അവകാശമുണ്ടെന്ന് പറയുന്നുണ്ട്. 30 വയസ്സ് പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല, 25 വയസ്സുണ്ടായാൽ മതി. 30 വയസ്സുള്ള ആൾക്ക് മത്സരിക്കാം, പക്ഷെ 30 വയസ്സ് പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല, 25 വയസ്സുണ്ടെങ്കിൽ മത്സരിക്കാം. അപ്പൊ ഒന്നാമത്തത് തെറ്റ്. ലോകസഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്, അല്ലേ? ലോകസഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്, അത് ശരി. ലോകസഭ ഒരു സ്ഥിരം സഭയാണെന്ന് പറയുന്നുണ്ട്. ലോകസഭ ഒരു സ്ഥിരം സഭയാണെന്ന് പറയുന്നുണ്ട്, അത് തെറ്റ്. ലോകസഭയുടെ കാലാവധി 5 വർഷം. ലോകസഭയുടെ കാലാവധി 5 വർഷം, അത് ശരി. ലോകസഭയായിക്കോട്ടെ, ലോകസഭ അംഗങ്ങളായിക്കോട്ടെ, അവരുടെ കാലാവധി 5 വർഷമാണ്. അവരുടെ കാലാവധി 5 വർഷമാണ്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ സി വരും. 2, 4. ഓപ്ഷൻ സി 2, 4 എന്നിവയാണ് ഉചിതമായത്. ഓക്കെ, ക്ലിയർ ആണ്. ഡൗട്ട് ഇല്ലല്ലോ കുട്ടികളെ? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഇല്ല. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോണേ, മടിക്കണ്ട. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ച് ക്ലിയർ ആക്കി തന്നെ പോകണം. അടുത്ത് ഈസി ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത മൗലികാവകാശം ഏതാണ് എന്നാണ് ചോദ്യം. സ്വത്തവകാശമാണ്. സ്വത്തവകാശം നിലവില് നിയമ അവകാശമാണ് അല്ലെ? നിയമ അവകാശമാണ്. ഏത് ആർട്ടിക്കിൾ എന്ന് ചോദിക്കാറുണ്ട്. സ്വത്തവകാശം ഏത് ആർട്ടിക്കിൾ എന്ന് ചോദിക്കാറുണ്ട്. കമന്റ് ചെയ്തേ, സ്വത്തവകാശം ഏതാണ് ആർട്ടിക്കിൾ? സ്വത്തവകാശം പിള്ളേരെ 300A എന്ന ആർട്ടിക്കിളിലാണ് അല്ലെ? 300A എന്ന ആർട്ടിക്കിളിലാണ് സ്വത്തവകാശം. സ്വത്തവകാശം ഒരു നിയമ അവകാശമായിട്ട് 300Aയിൽ വിശ്രമിക്കുന്നു. സ്വത്തവകാശം ഒരു നിയമാവകാശമായിട്ട് 300Aയിൽ വിശ്രമിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണ്. അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്? അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്? പിള്ളേരെ അടിയന്തരാവസ്ഥ ജർമ്മൻ ഭരണഘടന. പക്ഷെ ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാല് പിള്ളേരെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ കടമെടുത്തിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടും. അടിയന്തരാവസ്ഥ കാലത്ത് ആ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടും എന്ന ആശയമാണ്, അല്ലെങ്കിൽ റദ്ദ് ചെയ്യപ്പെടും. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടും എന്ന ആശയമാണ് ജർമ്മൻ ഭരണഘടന അല്ലെങ്കിൽ വെയ്മർ ഭരണഘടനയിൽ നമ്മൾ കടമെടുത്തിട്ടുള്ളത് കേട്ടോ. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടും എന്ന ആശയമാണ് ജർമ്മനിയിൽ നിന്ന് നമ്മൾ എടുത്തത്, വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നാൽ അടിയന്തരാവസ്ഥ എന്ന ആശയം നമ്മൾ വന്നിരിക്കുന്നത് 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. കാരണം ഇതേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് കടമെടുത്തു. അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദ് ചെയ്യപ്പെടും, മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടും. അത് ഈ പറയുന്ന വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശം റദ്ദ് ചെയ്യപ്പെടും. ഓക്കെ അല്ലേ? അടുത്ത, ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റി ഏതാണ്? ഇതൊക്കെ ഒരുപാട് തവണ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, PK തുംഗം കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാ കുട്ടികളെ? വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാ? പറഞ്ഞേ, വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാ? വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ്. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റാണ്? കൺകറന്റ് ലിസ്റ്റ്. ഓപ്ഷൻ ബി, കൺകറന്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം ഉൾപ്പെടുന്നത്. അടുത്ത, ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 39 അനുസരിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഒന്ന് അറ്റൻഡ് ചെയ്തേ. അനുസരിച്ച് ഓക്കെ, നമ്മൾ റീസെന്റ് ആയിട്ട് പഠിച്ചതാണ് ഈ സാധനം. വളരെ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ഏത് ആർട്ടിക്കിളാ? ഗ്രാമപഞ്ചായത്തുകൾ 44. സൗമ്യക്ക് വയ്യേ? 40. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം 40. കുടിൽ വ്യവസായങ്ങളുടെ വികസനം പറഞ്ഞേ. കുടിൽ വ്യവസായം ഗാന്ധിജിയുടെ ആശയമാണ്. കുടിൽ വ്യവസായം കറക്റ്റാണ് കിരൺ. 43. കുടിൽ വ്യവസായം 43. വിഭവങ്ങളുടെ ന്യായമായ വിതരണം വരുന്നതോ? വിഭവങ്ങളുടെ ന്യായമായ വിതരണം പറഞ്ഞേ. വിഭവങ്ങളുടെ ന്യായമായ വിതരണം വരുന്നത് 39 സ്മോൾ ലെറ്റർ എ. വിഭവങ്ങളുടെ ന്യായമായ വിതരണം 39 സ്മോൾ ലെറ്റർ എ. തുല്യ ജോലിക്ക് സ്ത്രീക്കും പുരുഷനും തുല്യവേതനം ലഭിക്കാനുള്ള അവകാശം. തുല്യ ജോലിക്ക്
സ്ത്രീക്കും പുരുഷനും തുല്യവേതനം ലഭിക്കാനുള്ള അവകാശം 39D. അപ്പൊ 2:39 വന്നിട്ടുണ്ട്, 2:39 വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? PC ക്യാൻസൽ ചെയ്തു കേട്ടോ. അത് 2:39 അതായത് വിഭവങ്ങളുടെ ന്യായമായ വിതരണം 39A, തുല്യ ജോലിക്ക് സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം 39D. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ PC എന്ത് ചെയ്തു കുട്ടികളെ? ക്യാൻസൽ ചെയ്തു. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം 40, കുടിൽ വ്യവസായങ്ങളുടെ വികസനം 43. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ പിള്ളേരെ? ഡൗട്ട് ഇല്ലല്ലോ? ഡൗട്ട് ഇല്ല. അടുത്ത ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് 2019 രാജ്യസഭയിലാണ് ആദ്യം അവതരിപ്പിച്ചത്. താഴെ പറയുന്നതിൽ ആരാണ് ബില്ല് അവതരിപ്പിച്ചതെന്ന ചോദ്യം. ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ബില്ല് 2019 രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നു. ശ്രീ അമിത്ഷാ അവതരിപ്പിക്കുന്നു. നിങ്ങൾക്ക് 2 ചോദ്യം കൂടെ ഇവിടെ നിന്ന് ചോദിക്കും. ഈ ബില്ല് പാസ്സായ തീയതി ചോദിക്കും, പാസ്സായ തീയതി ചോദിക്കും, നിലവിൽ വന്ന തീയതിയും ചോദിക്കും. പാസ്സായ തീയതിയും നിലവിൽ വന്ന തീയതിയും ചോദിക്കും. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് പാസ്സായ തീയതി, നിലവിൽ വന്ന തീയതി. അവതരിപ്പിച്ചത് അമിത്ഷാ. അവതരിപ്പിച്ചത് അമിത്ഷാ. പാസ്സായ തീയതി, നിലവിൽ വന്ന തീയതി. ഒന്ന് പറഞ്ഞേ, പാസ്സായ തീയതിയും നിലവിൽ വന്ന തീയതിയും പറഞ്ഞേ. ആർക്കും അറിയത്തില്ലേ പിള്ളേരെ? അയ്യേ മോശം കേട്ടാ. മോശം എന്ന് വെച്ചാൽ വളരെ മോശം. നിങ്ങൾ ആലോചിക്കാൻ പോയതാണോ? നിലവിൽ വന്നത് കറക്റ്റ് ആണ്. 2019 ഒക്ടോബർ 31 നിലവിൽ വന്ന കറക്റ്റ് ആണ്. പാസ്സായതെന്ന് പറഞ്ഞേ, പാസ്സായതെന്ന് പറഞ്ഞേ, പാസ്സായത് പറഞ്ഞേ. നിങ്ങൾക്കറിയാം. പോരെ. ഓക്കെ, കറക്റ്റ് ആണ് സൗമ്യ. 2019 ഓഗസ്റ്റ് 9 അല്ലേ? 2019 ഓഗസ്റ്റ് 9 അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. ഏതൊക്കെ ആർട്ടിക്കിളാണ് കുട്ടികളെ, ഏതൊക്കെ ആർട്ടിക്കിളിലാണ് മാറ്റം വരുത്തിയത്? ഏതൊക്കെ ആർട്ടിക്കിളിലാണ് മാറ്റം വരുത്തിയത്? ഏത് ആർട്ടിക്കിളാണ് റിമൂവ് ചെയ്തേ? പിള്ളേരെ 370 35A. 370 35Aയും ആണ് അല്ലേ? 370 35Aയും 370 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി. 35A എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജമ്മു കാശ്മീരിലെ സ്ഥിര താമസക്കാർക്ക് പ്രത്യേക അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ടായിരുന്നു. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്നത് 370. എന്നാൽ ജമ്മു കാശ്മീരിലെ സ്ഥിര താമസക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളും ആനുകൂല്യങ്ങളും നൽകിയിരുന്നത് 35A. ഈ 2 ആർട്ടിക്കിളുകളാണ് മാറ്റം വരുത്തിയത്, നീക്കം ചെയ്തത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ശരി, ഒന്നുകൂടെ പറയണോ? ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോ വളരെ? ഒന്നുകൂടെ പറയണം. ഓക്കെ, നോക്കിയോ, കേട്ടിരിക്കുക. ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന അമിത്ഷാ, ബില്ല് പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 9, നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31. ഓക്കെ, അതോടെ ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറി. ഏതൊക്കെ നേട്ടി കഴിഞ്ഞാല് ജമ്മു കാശ്മീരിൽ ലഡാക്കും. 2 ആർട്ടിക്കിളാണ് നീക്കം ചെയ്തത്. 370 ആർട്ടിക്കിളും 35A എന്ന ആർട്ടിക്കിളും. 370 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷനിൽ പദവി നൽകിയിരുന്നു. 35A എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിലെ അവിടുത്തെ സ്ഥിര താമസക്കാർക്ക് പ്രത്യേക അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അത് 2 ക്യാൻസലായി. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൗലിക അവകാശം ഏത്? പറയേ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൗലിക അവകാശമാണ് ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം. നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ എന്ത് പറയും?
32 ആർട്ടിക്കിൾ 32 തന്നെയാണ്. ആർട്ടിക്കിൾ 32 തന്നെയാണ്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും കുട്ടികൾ? ഇംഗ്ലീഷിൽ എന്ത് പറയും? ഇംഗ്ലീഷിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്ന് പറയും. ഇംഗ്ലീഷിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയും. ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയും. ഓക്കെ. അടുത്ത, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ആയാലും സുപ്രീം കോടതി ജഡ്ജി ആയാലും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ ആയാലും ഹൈക്കോടതി ജഡ്ജി ആയാലും നിയമിക്കുന്നത് ആര് തന്നെയാണ് കുട്ടികളെ? രാഷ്ട്രപതി തന്നെയാണ് അല്ലെ? രാഷ്ട്രപതി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കേണ്ടത് ആരാണ്? നിയമിക്കുന്നത് രാഷ്ട്രപതി ആണെങ്കിൽ സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കേണ്ടത് ആരാണ്? വളരെ സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കേണ്ടത് ആരാണ്? സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കേണ്ടത് പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന ആള്. മനസ്സിലായ? സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കേണ്ടത് ഒന്നുകിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന ആള്. ഓക്കെ, ക്ലിയർ ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സുപ്രീം കോടതി ജഡ്ജിക്കും നിയമനം നടത്തുന്നതും സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്നതും പ്രസിഡന്റ് ആണ്. ഇനി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ഹൈക്കോടതി ജഡ്ജിയെയും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്നത് പ്രസിഡന്റ് ആണോ? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ഹൈക്കോടതി ജഡ്ജിക്കും സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്നത് പ്രസിഡന്റ് ആണോ? അവിടെ നിങ്ങൾക്ക് തെറ്റി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ഹൈക്കോടതി ജഡ്ജിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ഹൈക്കോടതി ജഡ്ജിക്കും സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കേണ്ടത് പിള്ളേരെ ഗവർണറാണ്. ഗവർണർ സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്നത് ഗവർണർ അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന ആള്. ഇവരെ എല്ലാവരെയും നിയമിക്കുന്നത് സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും ഇവരെല്ലാവരും നിയമിക്കുന്ന രാഷ്ട്രപതി. പക്ഷേ ഹൈക്കോടതിയിൽ സത്യപ്രതിജ്ഞ വരുമ്പോ ആരാണ്? ഗവർണറാണ് സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? വേറാണ്. കണ്ടതിനെ വിളിച്ച് പറയരുത്, കട്ടയ്ക്ക് നിന്നോണം കേട്ടോ. ഗവർണർ അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന ആള് കേട്ടോ. ഗവർണർ അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന ആള്. ഓക്കെ. ഇപ്പൊ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? അദ്ദേഹത്തിന്റെ എത്രാമത്തെ ആളാണ് അദ്ദേഹം? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് പിള്ളേരെ? പറയുന്നില്ല. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സൗമൻസൻ. കറക്റ്റ് ആണ്. സൗമൻസൻ എത്രാമത്തെ ആളാണ്? സൗമൻസൻ 40ാമത്തെ ആളാണ് അല്ലെ? 40ാമത്തെ ആളാണ് സൗമൻസൻ. ഓക്കെ, 40ാമത്തെ ആളാണ് സൗമൻസൻ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്? ഒന്ന് ചെയ്തേ, కొంచెం തണ്ണി കുടിക്കട്ടെ. കണ്ടുപിടിച്ച വളരെ. ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. വളരെ ശരിയാണ്. ഡിസംബർ 6 രൂപീകരിക്കുന്നു. ഡിസംബർ 9 ആദ്യ യോഗം. ഡിസംബർ 9 തന്നെ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. ഡിസംബർ 9 തന്നെ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. ഡിസംബർ 11 രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ. തെറ്റ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയാം. ആനുപാതിക പ്രാതിനിധ്യം. ആ ആനുപാതിക പ്രാതിനിധ്യം എത്ര ലക്ഷം പേർക്ക് എത്ര ആളെന്ന രീതിയിലാണ്. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എത്ര ലക്ഷം പേർക്ക് എത്ര ആളെന്ന രീതിയിലാണ്. പറഞ്ഞേ. 10 ലക്ഷം പേർക്ക് ഒരാള്. ആനുപാതിക പ്രാതിനിധ്യം അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന സിസ്റ്റത്തിലൂടെയാണ്
ഭരണഘടന നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, അതിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ഓക്കെ, അതിന്റെ കണക്ക് 10 ലക്ഷം പേർക്ക് ഒരാളെന്ന രീതിയിലാണ്. 10 ലക്ഷം പേർക്ക് ഒരാളെന്ന രീതിയിലാണ്. അടുത്ത് 1946 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ആണാടെ 1946 നമ്മളിപ്പോ പറഞ്ഞു, ഡിസംബർ മാസം 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അപ്പൊ ഓപ്ഷൻ സി വരും 1 and 3. ഓപ്ഷൻ സി വരും 1 and 3. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു? നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. സുകുമാർ സെൻ ആണ് ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആരാ? രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളാണ്. സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളാണ്. പിള്ളേരെ, രാജ്യസഭ ഇലക്ഷൻ ഓക്കെ, രാജ്യസഭ ഇലക്ഷൻ ഏത് പ്രകാരമാണ് നടക്കുന്നത്? ഏത് സിസ്റ്റം? കേവല ഭൂരിപക്ഷമാണോ, അതോ ഈ പ്രായപൂർത്തി വോട്ടവകാശമാണോ, അതോ മറ്റെന്തെങ്കിലും ആണോ? ഈ പറഞ്ഞ സെയിം കാര്യം. രാജ്യസഭ ഇലക്ഷനും പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആണ്. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ, ആനുപാതിക പ്രാതിനിധ്യം. ഓക്കെ, ഇന്ത്യയിലെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരെന്നാണ് ചോദ്യം. ഇതിൽ ഓപ്ഷനിൽ പേരില്ല, നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്യണം. ഇന്ത്യയിൽ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരെന്നാണ് ചോദ്യം. നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്യണം. അറ്റോർണി ജനറൽ ആരെന്നാണ് ചോദ്യം. ഉത്തരം കമന്റ് ചെയ്യണം. ആരാണ് അറ്റോർണി ജനറൽ? കമന്റ് ചെയ്. രമണിയാ? മുഴുവൻ പേര് പറ. ആർ വെങ്കിട്ടരമണി. ഓക്കെ, എത്രാമത്തെ ആളാ ആർ വെങ്കിട്ടരമണി? എത്രാമത്തെ ആളാ പിള്ളേരെ? ആർ വെങ്കിട്ടരമണി എത്രാമത്തെ ആളാണ്? പറഞ്ഞേ. ആർ വെങ്കിട്ടരമണി എത്രാമത്തെ ആള്? ആർ വെങ്കിട്ടരമണി എത്രാമത്തെ ആള്? 16-ാമത്തെ ആള്. 16-ാമത്തെ അറ്റോർണി ജനറൽ ആണ്. 16-ാമത്തെ അറ്റോർണി ജനറൽ ആണ് ആർ വെങ്കിട്ടരമണി. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരാ? ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരാ പിള്ളേരെ? പറഞ്ഞേ, ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരാണ്? പറ. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരാ? ഇപ്പാവും MC സെതൽവാദ്. ബ്രേക്ക് തരാമേ. ഇപ്പോഴീ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് MC സെതൽവാദ്. അറ്റോർണി ജനറലിന്റെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണോ, 5 വർഷമാണോ, 6 വർഷമാണോ? അറ്റോർണി ജനറലിന്റെ കാലാവധി എത്ര വർഷമാണ് കുട്ടികളെ? അറ്റോർണി ജനറലിന് കാലാവധി പരാമർശിക്കുന്നില്ല. പ്ലഷർ ഓഫ് പ്രസിഡന്റ്, രാഷ്ട്രപതിക്ക് ഒരു വ്യക്തിക്ക് അറ്റോർണി ജനറലായി തുടരാൻ കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. സോ നമ്മളൊരു ബ്രേക്ക് എടുക്കുകയാണ്. 8:15 10 മിനിറ്റ് ബ്രേക്കിന് ശേഷം 8:25 എല്ലാവരും വരണം. ഓക്കെ, ഓടിപ്പോവരുത്. നമുക്ക് നല്ല കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് വരണം. ഓക്കെ, 8:25 നെക്സ്റ്റ് സെഷൻ കേട്ടോ. ഞാൻ ചാർജ് ഇട്ടോട്ടെ ലാപ്ടോപ്പ്. കാരണം